സഞ്ജു ടെക്കിയുടെ കാര്യം കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു. അയാളുടെ കാറിന്റെ പിന്നിലെ ആ സീറ്റിന്റെ അവിടെ അത് ടാർപ്പാളിയും കൊണ്ട് ഒരു കുഴി ഉണ്ടാക്കിയിട്ട് അതിനകത്ത് സ്വിമ്മിംഗ് പൂൾ പോലെ വെള്ളം നിറച്ച് അതിനകത്ത് 2-3 പേര് കിടന്ന് നീന്തി തുടിക്കുന്ന രംഗമൊക്കെ നമ്മൾ കണ്ടു. ആ വണ്ടി റോഡിന്റെ സൈഡിലിട്ട് പലരും ഇത് കണ്ടു. അവിടെ ആൾക്കാർക്ക് ഭയം ഉണ്ടായി, അപകടം ഉണ്ടാകാൻ പോയി, ഇന്റിമിഡേഷൻ ആണ് അത്. അത് തന്നെയല്ല, അവർക്കെതിരായിട്ട് അതിശക്തമായ നടപടി മോട്ടോർ വാഹന വകുപ്പ് നടത്തി. ആ വണ്ടിയുടെ ഡ്രൈവർക്കും ആ സഞ്ജു ടെക്കിക്കും 1 വർഷം അവരുടെ ഡ്രൈവിംഗ് ലൈസൻസ് ക്യാൻസൽ ചെയ്തു. അവരെ മലപ്പുറത്ത് അവരെ ഒരു ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് അവരെ പണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അറ്റൻഡ് ചെയ്യാൻ നിർബന്ധിച്ചു. അതിലേക്ക് അവരെ പറഞ്ഞയച്ചു. രണ്ടാമത് ആതുര സേവന രംഗത്ത്, സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കാനായിട്ട് അവരെ നിയോഗിച്ചു. അങ്ങനെയൊക്കെയുള്ള നടപടികൾ ചെയ്യുന്നെങ്കിലും അതൊന്നും ഇവരുടെ ഈ എടുത്തുചാട്ടത്തിന് പരിഹാരമാകില്ല. ഇവരെ ഇങ്ങനെ കാണിക്കുന്നവര് വാഹനത്തിന്റെ ഉദ്ദേശം എന്താണ്? നമുക്ക് യാത്ര ചെയ്യാനും സുഖമായിട്ട് യാത്ര ചെയ്യാനും അതുതന്നെയല്ല മറ്റൊരാൾക്ക് അപകടം ഉണ്ടാകാതെ ഡ്രൈവിംഗ് ചെയ്യാനും പഠിച്ചവർക്ക് മാത്രമാണ് ഈ വാഹനത്തിൽ സഞ്ചരിക്കാനുള്ള അവകാശം തന്നെ കൊടുക്കുന്നത്. അതിന് വിരുദ്ധമായി മറ്റുള്ളവർക്ക് അപകടം ഉണ്ടാക്കുന്ന രീതിയിൽ വാഹനം ഓടിക്കുകയോ വാഹനത്തിലെ മറ്റ് എന്തെങ്കിലും എക്സ്ട്രാ ഫീച്ചേഴ്സ് നടത്തിയോ വാഹനത്തിന്റെ അലൈൻമെന്റിന് വ്യത്യാസം വരുത്തന്റെ കീഴിൽ പ്രവൃത്തി കാണിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു വയലേഷൻ തന്നെയാണ്. അങ്ങനെയുള്ള ആൾക്കാരുടെ ഏറ്റവും കുറഞ്ഞത് 10 വർഷമെങ്കിലും ഡ്രൈവിംഗ് ലൈസൻസ് ക്യാൻസൽ ചെയ്യണം. അവരിനി വണ്ടി ഓടിക്കാൻ പാടില്ല. 1 വർഷത്തേക്ക് മാത്രമേ ക്യാൻസൽ ചെയ്യാനുള്ള അധികാരം ഇപ്പം മോട്ടോർ വാഹന ഡിപ്പാർട്ട്മെന്റിന് ഉള്ളൂ എങ്കിലും അത് തീർച്ചയായിട്ടും എല്ലാ വർഷവും അത് എക്സ്റ്റെൻഡ് ചെയ്ത് തീർച്ചയായിട്ടും മുന്നോട്ട് കൊണ്ടുപോകണം. 10 വർഷത്തേനെങ്കിലും അത് അവരുടെ ലൈസൻസ് ക്യാൻസൽ ചെയ്യണം. അവര് വാഹനം ഓടിക്കാൻ പാടില്ല. ഹൈക്കോടതി ഇപ്പം ഡിവിഷൻ ബെഞ്ച് ഇതുപോലെയുള്ള പ്രവർത്തികൾ, ഈ സഞ്ജു ടെക്കിയുടെ പ്രവർത്തികളെല്ലാം അതിന്റെ ഡീറ്റെയിൽസ് ഇപ്പം ചോദിച്ചിട്ടുണ്ട്. പൊതുജനങ്ങളുടെ സുരക്ഷിതത്തിന് എതിരായിട്ടുള്ള നീക്കം തന്നെയാണ് ഈ റീൽസിന് വേണ്ടി ഇവരെല്ലാം കാണിച്ചു കൂട്ടുന്നത്. അതുകൊണ്ട് അതിശക്തമായ നടപടി വരും. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അതേപ്പറ്റി ഇപ്പൊ ആരാഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. സോമോട്ടോ ആയിട്ട് പോലീസ് നടപടി അല്ലെങ്കിൽ മോട്ടോർ വെഹിക്കിൾ നടപടി എടുക്കുന്നില്ലെങ്കിൽ ഹൈക്കോടതി ഇടപെടും ഇങ്ങനെയുള്ള കാര്യത്തിനെന്ന് മനസ്സിലാക്കിക്കോണം പൊതുജനങ്ങൾ. തീർച്ചയായും അതിശക്തമായ നടപടിയിലോട്ട് വരും. ബോംബെയിലെ ഈ സംഭവത്തിന് ശേഷം കേരളത്തിലെ ചില സംഭവങ്ങളുടെ ഓർമ്മ വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു പയ്യനെ നമ്മൾ കണ്ടു, സിസാക്കായിട്ട് വാഹനം 2 വീലർ ഓടിക്കുകയാണ്. ഏകദേശം 100-200 കിലോമീറ്റർ സ്പീഡിൽ റോഡിൽക്കൂടെ ഇസഡ് വരച്ച് പോകുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. അയാളെ നേരത്തെ ഒന്ന് പോലീസ് അല്ലെങ്കിൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ അയാളെ പിടിച്ച് കേസെടുത്തതാണെങ്കിലും അത് വകവെക്കാതെ വീണ്ടും ആ വാഹനം പിടിച്ചിട്ടിരിക്കുകയാണെങ്കിലും പുതിയ വാഹനം വാങ്ങിച്ചിട്ട് വീണ്ടും ഇത് ചെയ്യുന്നത്, ഇത് പോലീസിനും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിനും വെല്ലുവിളി നടത്തുന്ന ഇത്തരം ഒരു ആൾക്കാർ പെർമനന്റ് ആയിട്ട് അവരുടെ വാഹനം ഓടിക്കാൻ അനുവദിക്കാൻ പാടില്ല. അവർ ഒരു വാഹനം ഓടിക്കാൻ പാടില്ല. അവരുടെ ഡ്രൈവിംഗ് ലൈസൻസ് പെർമനന്റ് ആയിട്ട് അത് ക്യാൻസൽ ചെയ്യാനുള്ള നടപടിയിലോട്ട് പോകണം എന്നാണ് ഞാൻ കരുതുന്നത്. അത് തന്നെയല്ല, ഇപ്പോഴത്തെ യാത്ര ചെയ്യുന്ന പലതരം വാഹനങ്ങൾ ഓടിക്കുന്നവരുണ്ട്. 2 വീലറുണ്ട്, അതുപോലെ 3 വീലറുണ്ട്, അതുപോലെ തന്നെ കാറ്, ഹെവി വെഹിക്കിളൊക്കെ ഓടിക്കുന്നവരുണ്ട്. കഴിഞ്ഞ ദിവസം റാഷ നെഗ്ലിജ് കാണിച്ച 2 ഓട്ടോ ഡ്രൈവർമാര് അവരുടെ വാഹനങ്ങൾ തമ്മിൽ ഒരു കയറുകൊണ്ട് കെട്ടിയിട്ട് റോഡിലേക്ക് ഇറക്കി ആ 2 വാഹനം 2 ദിശയിൽ 2 ഭാഗത്ത് നിൽക്കുന്നുണ്ട്. ഒരു പയ്യന ആ നടുക്കൂടെ വാഹനം ഓടിച്ചു പോയി കഴുത്തില് ആ കയർ കുരുങ്ങി ഓൺ ദ സ്പോട്ടിൽ തന്നെ മരിക്കുകയും ചെയ്തു. ആ കുടുംബം അനാഥമായി, ഒരു പെങ്ങളുണ്ട്, ഒരു അമ്മയുണ്ട്, വേറെ ആരുമില്ല. ആ കുടുംബത്തിന്റെ നാഥനായിരുന്നു ഈ പയ്യൻ. ആ പയ്യനും അവന്റെ ജീവൻ നഷ്ടപ്പെട്ടത് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ കേരളത്തിലെ ആലുവയിലെ അമ്പാട്ടുകാവിലാണ് ഈ സംഭവം നടന്നെങ്കിലും ഫുട്പാത്തിൽ കൂടെ ഇതുപോലെ ഓടിച്ചു പോകുന്നത് നമ്മൾ കണ്ടെങ്കിലും ഇങ്ങനെയൊക്കെ പല സംഭവങ്ങളും കേരളത്തിൽ ഇപ്പോൾ ഒന്നിനു പുറകെ ഒന്നായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതേ സമയത്ത് പൂനെയിൽ നമ്മളൊരു സംഭവം കണ്ടു. വലിയ ഒരു പണക്കാരന്റെ മകൻ, അവന് 10-16 വയസ്സേ ഉള്ളെങ്കിലും ലോകത്തിലെ എല്ലാ വില കൂടിയ കാറുകളും വീട്ടിലുണ്ട്. അതെടുത്തിട്ട് 100-150 കിലോമീറ്റർ സ്പീഡിൽ ആ പ്രായപൂർത്തിയാകാത്ത പയ്യൻ വാഹനം ഓടിച്ച് 2 24-25 വയസ്സുള്ള ടെക്കികളെ 2 പേര് ഒരു പയ്യനും അവന്റെ ഫ്രണ്ടും അവരൊന്നിച്ച് ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് പോകുന്ന രാവിലെ അവരെ 2 പേരുടെയും പുറത്തുകൂടെ ഈ വാഹനം കയറ്റി അവരെ കൊന്നു. അതിനുശേഷം ആ പയ്യന്റെ പിതാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അത് പിതാവിനെയും അറസ്റ്റ് ചെയ്തു, ഗ്രാൻഡ് ഫാദറിനെ അറസ്റ്റ് ചെയ്തു. അവിടുത്തെ വലിയ പണക്കാരാണ്. അവിടുത്തെ ആ ഏരിയയിലെ മുഴുവൻ സ്ഥലങ്ങളും വാങ്ങിച്ച് ഫ്ലാറ്റുകാർക്കും ഒക്കെ കച്ചവടം ചെയ്യുന്ന വലിയ പണക്കാരാണ്. ആ പണത്തിന്റെ കൊണ്ടാണ് 10, 12, 14 വയസ്സുള്ള പിള്ളേര് അവരുടെ വീട്ടിലെ വാഹനം എടുത്തുകൊണ്ട് പോകുന്നു. അതിൽ മാതാപിതാക്കൾ അത് അനുവദിക്കുന്നു.
എത്ര പണം കൊടുത്താലും അതിൽ നിന്ന് അവരെ ഒഴിവാക്കുന്ന ചിന്ത പിള്ളേർക്കുണ്ട്, അവർക്കുമുണ്ട്. ഏതായാലും ഇത്തവണ അത് നാഷണൽ ആയിട്ടുള്ള ഓൾ ഇന്ത്യ ശ്രദ്ധയിൽ അത് വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പിതാവിനെയും അറസ്റ്റ് ചെയ്തു. അവരുടെ അമ്മയുടെ ബ്ലഡ് എടുക്കുകയും എന്നിട്ട് ആ ബ്ലഡ് പരിശോധനയ്ക്ക് അയക്കുകയൊക്കെ ചെയ്തതായിട്ട് നമ്മൾ കാണുന്നു. കാരണം ആ ബ്ലഡിനകത്ത് തീർച്ചയായിട്ടും ലഹരി ഉണ്ടാവില്ല. പയ്യൻ ലഹരി ഉപയോഗിച്ചിട്ടാണ് 16-17 വയസ്സുള്ളവൻ ഇതുപോലെ റാഷ് ആൻഡ് നെഗ്ലിജന്റ് ആയിട്ട് വാഹനം ഓടിച്ചതെന്ന് കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു. ഇതുപോലുള്ള സംഭവങ്ങൾ ഇന്ത്യയിലെ പല സ്ഥലത്തും നമ്മൾ കണ്ടുകൊണ്ടിരിക്കും. റീൽസിന് വേണ്ടി എന്തും കാണിക്കാൻ വേണ്ടി പയ്യന്മാരെല്ലാം തയ്യാറാകുന്നു. ദയവായി അവരെല്ലാവരും പിന്മാറണം. മറ്റുള്ളവരൊക്കെ ഉപദ്രവം ഉണ്ടാക്കുന്ന ഒരു റീൽസും ചെയ്യരുത്. അങ്ങനെയുള്ള പ്രവർത്തികൾക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അടിയുണ്ടാവും. നല്ല സമൂഹത്തിൽ നിന്നും അതുപോലെ തന്നെ കോടതിയിൽ നിന്നും അതുപോലെ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഒക്കെ നിങ്ങൾക്ക് തിരിച്ചടി ഉണ്ടാവും. അതുകൊണ്ട് ഇത് നിർത്തണം. എല്ലാവരും ഇത് ശ്രദ്ധിക്കണം. ആരും ഈ രീതിയിലുള്ള റീൽസ് ഇട്ട് മുന്നോട്ട് പോകരുത്. മറ്റുള്ളവർക്ക് അപകടം ഉണ്ടാകുന്ന ഒരു പണിക്കും ഇപ്പോഴത്തെ യൂട്യൂബുകാരോ ഇൻസ്റ്റഗ്രാമിലുള്ളവരോ തൻ്റെ ശ്രദ്ധ മറ്റുള്ളവർക്ക് കൊണ്ടുവരാൻ വേണ്ടി ചെയ്യുന്ന പ്രവൃത്തികളിൽ റാഷ് ആൻഡ് നെഗ്ലിജന്റ് പ്രവൃത്തികളാണെന്ന് മനസ്സിലാക്കണമെന്ന് ആണ് ഞാൻ പ്രത്യേകമായിട്ട് അവരെ ഉപദേശിക്കുന്നത്.